ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവരും ഓണത്തിന്റെ മൂഡിലിരിക്കല്ലേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഓണം റെസിപ്പിയുമായിട്ട് വരാമെന്ന്. അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി പരിപ്പ് കറിയാണ്. നമ്മൾ ചോറിന്റെ കൂടെ പപ്പടം, നെയ്യും, പരിപ്പ് എല്ലാം കൂട്ടി കഴിക്കുമല്ലോ. അപ്പൊ ആ പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ. ഇന്ന് മുതൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഓണം റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ പരിപ്പ് കറിയാണ്. പരിപ്പും നെയ്യും പപ്പടമൊക്കെ ഒഴിച്ചിട്ട് നമ്മളൊക്കെ കഴിക്കുമല്ലോ, ആദ്യം തന്നെ അതല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. അപ്പൊ പരിപ്പ് കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഞാൻ 3/4 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പാണ്, സ്പ്ലിറ്റഡ് ചെറുപയർ പരിപ്പാണ് ഇത്. അപ്പൊ ഒന്ന് ചൂടാക്കാം. ഒരു പച്ചച്ചൊവ ഉണ്ടാവുമല്ലോ ഇതിനൊക്കെ, അതുകൊണ്ട് ഒന്ന് ചൂടാക്കാം. അതിന് ശേഷം കഴുകിയിട്ട് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പൊ കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലോട്ടേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് പിന്നെ നെയ്യും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. പിന്നെ കരിവേപ്പിലയും ഇട്ടിട്ട് ഒരു 2 വിസിലടിച്ചാൽ മതി. എൻ്റെ കുക്കറിൽ 2 വിസിലാവും. അപ്പൊ പിന്നെ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ തേങ്ങയും ജീരകവും പിന്നെ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പച്ചമുളക്. അധികം എരിവിന്റെ ആവശ്യമില്ല ഈ കറിക്ക്. അപ്പൊ നല്ല പേസ്റ്റ് പോലെ അരയരുത്, ജസ്റ്റ് ഒന്ന് ചതക്കുന്ന പോലെ അരച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും പരിപ്പ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു ചട്ടിയിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പരിപ്പിലോട്ടേക്ക് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ തിളച്ച് തൂവി വരരുത്, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബബിൾസ് പോലെ വന്നാൽ മതി. അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറിവേപ്പിലയും നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് വറുത്തിടേണ്ടിയൊന്നും ആവശ്യമില്ല, വേഗം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓണത്തിനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു പരിപ്പ് കറിയാണ്. അപ്പൊ വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ ഞാൻ ഇതുപോലെയാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കുറുകി വരുമ്പോൾ നമ്മൾക്ക് കുറച്ച് കട്ടിയായിട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇതേപോലെ. അപ്പൊ എല്ലാവർക്കും ഈ പരിപ്പ് കറി ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലത്തെ ഈസി റെസിപ്പിക്ക് വേണ്ടി നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ പിന്നെ ഈ പരിപ്പ് കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കൂ. മറ്റൊരു ഓണസദ്യ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.